നെയ്യാറ്റിൻകരയിൽ വോട്ടെണ്ണാൻ 24 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പോളിംഗ് ശതമാനത്തിൽ കണ്ണുനട്ടിരിക്കുകയാണ് മുന്നണികൾ. താരതമ്യേന പോളിംഗ് ശതമാനം കുറവാണെങ്കിലും ജയിക്കാനുള്ള കച്ചിത്തുരുമ്പുണ്ടെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. 70.48 ആകെ പോളിംഗ് ശതമാനം. 66,808 വോട്ടർമാരിൽ 47,085 പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. നഗരസഭയിലെ 46 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കൊല്ലാംവിളയിലായിരുന്നു. 80.76%. ആകെയുള്ള 1336 വോട്ടർമാരിൽ 1079 പേരും വോട്ട് രേഖപ്പെടുത്തി. UDFിൽ നിന്ന് ജെ ജോർജിനും LDFിൽ എൽ ശ്യാംറോയും NDAയിൽ നന്ദകുമാറുമാണ് സ്ഥാനാർത്ഥികൾ. ഏറ്റവും കുറവ് നഗരഹൃദയത്തിലെ ആലുമൂട് വാർഡിലാണ്, 58.23. ആകെയുള്ള 1702 വോട്ടർമാരിൽ 991 പേർ മാത്രമാണ് ബൂത്തിലെത്തിയത്. ആലുമൂടിൽ ആരവി പത്മൻ LDFിനു വേണ്ടിയും UDFിനു വേണ്ടി ഫ്ലോസിയും NDAയിൽ സംഗീത പ്രസാദുമാണ് മത്സരിക്കുന്നത്. കവളാകുളം, അത്താഴമംഗലം, പുല്ലാമല, കുളത്താമൽ, മുള്ളറവിള എന്നീ വാർഡുകൾ 75% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. തേരന്നൂർ, മുട്ടയ്ക്കാട്, ഇളവനിക്കര, മാമ്പഴക്കര, പെരുമ്പഴുതൂർ, തൊഴുക്കൽ, തവരവിള, ചായ്ക്കോട്ടുകുണം, മരുതത്തൂർ, പിരായിമൂട്, ഓലത്താന്നി, ചുണ്ടുവിള, പനങ്ങാട്ടുകരി, മണലൂർ, ടൗൺ, വഴിമുക്ക് എന്നീ 16 വാർഡുകളിൽ 70-നും 75%-നും ഇടയിലായിരുന്നു പോളിംഗ്. ഇതിൽ ചായ്ക്കോട്ടുകുണം വാർഡിൽ BJPക്ക് റിബൽ സ്ഥാനാർത്ഥിയുമുണ്ട്. അതേസമയം സ്ഥാനാർത്ഥികളെല്ലാം വിജയപ്രതീക്ഷയിലാണ്. വോട്ടർമാർ തങ്ങളെ കൈവിടില്ലെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ വോട്ടർമാരുടെ മനസ്സറിയണമെങ്കിൽ ശനിയാഴ്ചയാകും. ഇടതിനും വലതിനും ഒരുപോലെ തേരോട്ടമുള്ള മണ്ണാണ് നെയ്യാറ്റിൻകര. നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമായിരിക്കും ഒട്ടേറെ സ്ഥാനാർത്ഥികൾ വിജയകിരീടം ചൂടുക. അതുപോലെ ഭരണത്തിലേറുന്ന മുന്നണിക്കും നേരിയ ഭൂരിപക്ഷം കാണാനാണ് സാധ്യത. BJP ഭരണം പിടിച്ചില്ലെങ്കിലും പ്രധാന പ്രതിപക്ഷമാകാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ 44 വാർഡുകളുണ്ടായിരുന്ന നഗരസഭയിൽ ഒരു സീറ്റിന്റെ പിൻബലത്തിലാണ് ഇടതുപക്ഷം ഭരണം പിടിച്ചത്.